നമ്മളിന്ന് മോനമ്പത്താണ് കേട്ടോ. ഇന്ന് മോനമ്പത്തിൻ്റെ ചെറിയ വിശേഷങ്ങളായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മോനമ്പം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വന്നതാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ട് ഈ ഒരു പാലം, അതായത് മോനമ്പം അഴീക്കോട് പാലം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇതൊരു നാടിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. രണ്ട് ജില്ലകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട. തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടും എറണാകുളം ജില്ലയിലെ മോനമ്പവും കൂടി ഒന്നിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഈ പാലം. ആ കാണുന്നത് അഴീക്കോട് ഹാർബറാണ്. അഴീക്കോടും മോനമ്പത്തും പ്രധാന വ്യവസായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനാണ്. രണ്ട് ഹാർബറുകളുണ്ട്. ആ ഈ ഹാർബറിലേക്കുള്ള മീനുമായി ബന്ധപ്പെട്ട വ്യവസായമാണ് ഈ രണ്ട് നാടിനെയും മുട്ടിക്കുന്നത്. നിലവിൽ 10 കാലികളാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നത്. ഇതിൻ്റെ പണി ഏകദേശം പൂർത്തിയാവാറായി. ഒരു 50% പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഉടനടി ഈ ഒരു പാലം പൂർത്തിയാവുന്നതോടൊപ്പം നമ്മുടെ റോഡുകളുടെ ഡെവലപ്മെൻറ്റും എത്രയും പെട്ടെന്ന് ചെയ്യണം. പ്രത്യേകിച്ച് വൈപ്പിനിൽ തിരക്ക് കൂടിയേ വരുള്ളൂ. അപ്പോൾ തീരദേശ സമാന്തര പാതയും മറ്റുമൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ല. മനസ്സിലാക്കുന്നത് ഈ ഒരു പാലം വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് അഴീക്കോട് നിവാസികൾക്കാണ്. അവർക്ക് പെട്ടെന്ന് എറണാകുളത്ത് എത്തിച്ചാണ് ഏറ്റവും എളുപ്പമാണ് ഈ ഒരു പാലം. അതുപോലെ തന്നെ വൈപ്പിൻ നിവാസികൾ മുൻപത്താർക്കും പെട്ടെന്ന് തൃശ്ശൂർ പോകാൻ അഴീക്കോട് പോകാനൊക്കെ എളുപ്പമുണ്ട്. ഒരുപാട് ജോബ് സാധ്യതയാണ് ഈ ഒരു പാലം വരുന്നത്. ഫെറിയിൽ കയറിയിട്ടൊന്ന് അഴീക്കോട് വരാൻ പോയി നോക്കാം. ഫെറിയിൽ പോണ വഴിയാണ്ട് ഇതേ അതിലേ പോകണം. ഇതൊരു താൽക്കാലിക കടപാട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പാലം പണി പൂർത്തിയാവുന്നവരെ ഇത് മിക്കവാറും ഉണ്ടാവട്ടോ. ഇതിലേക്ക് കയറി ഇങ്ങനെ നോക്കുമ്പോഴേ പാലത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റൂട്ടോ നമുക്ക്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതേ സത്താർ ഐലൻഡിൻ്റെയും മാലിയങ്കരയുടെയും കുറേ ഭാഗങ്ങളാണ് കേട്ടോ. സത്താർ ഐലൻഡ് ഇവിടെ തന്നെ ഉള്ള ഏറ്റവും വലിയൊരു ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ മനുഷ്യവാസം വളരെ കുറവാണ്. കാരണം എപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ മൂത്തുകൊണ്ടും കൊട്ടുള്ളിക്കാടൊക്കെ ഇങ്ങനെ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണോ. പണ്ട് ഇവിടെ ഒരു റോറോ സർവീസ് ആയിരുന്നു. അതിലേക്കൂടെ നമുക്ക് വണ്ടികളും അഴീക്കോടേക്ക് കൊണ്ടുവരാം, അഴീക്കോട് നിന്ന് മുനമ്പത്തേക്കും വരാം. ഇപ്പം നിലവിലുള്ളത് ഈ ഒരു ബോട്ടാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കിൽ ഇരിക്കാൻ നമുക്ക് 15 രൂപയാണ് ഇവർ അഴീക്കോടേക്ക് പോകാനോ അവിടെ നിന്ന് മുനമ്പത്തേക്ക് വരാനോ ഈടാക്കുന്നത് കേട്ടോ. അത് വൺ സൈഡാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാലം വരുന്നതുകൊണ്ട് അഴീക്കോട് നിവാസികൾക്കും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ആളുകൾക്കും പെട്ടെന്ന് എറണാകുളം ടൗണിൽ വരാനായിട്ട് ഏറ്റവും ഗുണകരമാണ് ഈ ഒരു പാലം. പ്രത്യേകിച്ച് അവരുടെ സമയലാഭവും പൈസ ലാഭവും ഈ ഒരു പാലം വന്നുകൊണ്ട് അവർക്ക് ഉണ്ടാവട്ടോ. അങ്ങനെ അഴീക്കോട് എത്തിയിട്ടാ നമ്മൾ സേഫായിട്ട് അഴീക്കോട് എത്തിയിട്ടാ. അടിപൊളി ഒരു ഓട്ടി യാത്രയായിരുന്നു. 15 രൂപ വാങ്ങിയിട്ടാ. കുഴപ്പമില്ല. നമ്മൾ കൊച്ചിയൊക്കെ നോക്കുമ്പോൾ കൂടുതലാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അടിപൊളി. പാലം അവിടെ വേണ്ട. എൻ്റെ ഏകദേശം ഇപ്പുറത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അത് ഒരു 6-7 പില്ലറുകൾ കൂടി അപ്പുറമുണ്ട്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു വാണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പണി നടക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് മീൻ പിടിക്കരുത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ സേഫ്റ്റി മറ്റു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് അഴീക്കോടത്തെ അവസ്ഥ. അഴീക്കോട് ഏകദേശം പണികളൊക്കെ പുരോഗമിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ആ കാണുന്ന 10 പില്ലറുകളും കൂടി വെള്ളത്തിൽ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ പാലം പൂർത്തിയായി എന്നാണ് പറയട്ടെ. പണികൾ പൂർത്തിയാകുമ്പോഴേ രണ്ട് നാടുകളിൽ തന്നെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അഴീക്കോട് ഏകദേശം ഒരു 80% 80 അല്ലെങ്കിൽ 70% പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം മുനമ്പത്താണ് പൂർത്തിയാണുള്ളത്. അതിന് എത്രയും പെട്ടെന്ന് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ എന്തായാലും രണ്ട് നാടിന് തന്നെ മുഖച്ഛായ എന്തായാലും മാറും. വന്ന കൊണ്ട് തന്നെ തിരിച്ചു പോകണം. ഇതിപ്പോൾ 11:55 അപ്പോൾ ആ ബോട്ട് പിടിക്കണം അടുത്ത്. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ അഴീക്കോട് നിന്ന് മുനമ്പത്തേക്കുള്ള പാലം കാണൽ യാത്ര. പിന്നെ ഈ കാണുന്ന ബോട്ടുകൾ കണ്ടിട്ടേ എനിക്ക് നമ്മുടെ ഉത്സവപ്പാടത്ത് നല്ല കരിവീരന്മാർ നിരന്ന് കിടക്കണ പോലെ ഒരു കിടപ്പും ആ ഒരു തലയെടുപ്പൊക്കെ കണ്ട. അതാണ് നമ്മുടെ മുനമ്പത്തിൻ്റെ ഒരു പ്രത്യേകത. ബോട്ടുമായി ബന്ധപ്പെട്ട ജോലിയും മറ്റു കാര്യങ്ങളുണ്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. ബൈ.